ചാപ്റ്റർ 9 ഗോൾഡ് മെഡൽസ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 9ാമത്തെ ചാപ്റ്ററാണ്. 9 ഗോൾഡ് മെഡൽസ് ആണ് ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ. ഓക്കെ, sport is not only about winning medals, they are also about learning the values of cooperation, sharing, competing and complementing. അപ്പോൾ സ്പോർട്സ് എന്ന് പറയുന്നത് വെറും ഒരു മെഡൽ നേടാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് എന്താണ്, ദേ ആർ ഓൾസോ അബൌട്ട് ലേണിംഗ് ദ വാല്യൂസ് ഓഫ്. അത് നമ്മൾക്ക് എന്ത് തരുന്നുണ്ട്? നമ്മൾക്ക് വാല്യൂസ് പഠിക്കാൻ, അതിൻ്റെ മൂല്യങ്ങൾ പഠിക്കാനും, അതുപോലെ തന്നെ എന്തിൻ്റെ മൂല്യങ്ങൾ? കോപ്പറേഷൻ, നമ്മൾ സഹകരിച്ച് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്. സ്പോർട്സിലാണെങ്കിലും നമ്മൾ വെറുതെ ഒരു കോമ്പറ്റീഷനിൽ അല്ലെങ്കിൽ ഒരു മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് മാത്രം നമ്മൾക്ക് മെഡൽ നേടിയെന്ന് കരുതി മാത്രം അതൊരു എന്താണ്, അതല്ല യഥാർത്ഥത്തിൽ ഒരു സ്പോർട്സിൻ്റെ വാല്യൂ. അതായത് ഇവിടെ പോയറ്റ് പറയാണ്, ഈ 9 ഗോൾഡ് മെഡൽസ് എന്ന് പറയുന്നത് ഒരു പോയമാണ്. ഓക്കെ, അപ്പോൾ ആ പോയറ്റ് ഡേവിഡ് റോത്ത് ആണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറയാണ്, ദേ ആർ ഓൾസോ അബൌട്ട് ലേണിംഗ് ദ വാല്യൂസ് ഓഫ് കോപ്പറേഷൻ, ഷെയറിങ്. സ്പോർട്സ് എന്ന് പറയുന്നത് വെറും മെഡൽ നേടുന്നത് മാത്രമല്ല, നമ്മൾക്ക് എന്ത് പഠിപ്പിച്ച് തരുന്നുണ്ട്? കോപ്പറേഷൻ, സഹകരണം, അതേപോലെ തന്നെ ഷെയറിങ്. നമ്മൾ ഷെയർ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോവുക, അതുപോലെ തന്നെ കോമ്പീറ്റിംഗ് ആൻഡ് കോംപ്ലിമെൻറ്റിങ്, എങ്ങനെയാണ് നമ്മൾ മത്സരിക്കുക, അതുപോലെ തന്നെ കോംപ്ലിമെൻറ്റിങ് എന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരാളെ അഭിനന്ദിക്കുക, എങ്ങനെയാണ് അഭിനന്ദിച്ചു കൊണ്ട് മുമ്പോട്ട് പോവുക. In this poem 9 gold medals, the poet David Roth has presented the idea of empathy and how human values are as important as the spirit of competition. അപ്പോൾ കോമ്പറ്റീഷൻ്റെ സ്പിരിറ്റോടെ എങ്ങനെയാണ് നമ്മൾ ഈ എംപത്തി എന്ന് പറയുന്നത് സഹാനുഭൂതിയാണ്. നമ്മൾ മറ്റൊരാളെ സഹായിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഒന്നിച്ച് മത്സരിക്കുന്ന ആളെ കൂടി നമ്മൾ അവർക്കും കൂടി ഒരു പ്രിഫറൻസ്, അല്ലെങ്കിൽ അവരെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. അല്ലാതെ നമ്മളൊരു സ്പോർട്സിൽ പങ്കെടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു അത്ലറ്റിൽ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മളെ കാര്യം മാത്രമല്ല, നമ്മളെ ഒന്നിച്ച് ഉള്ളവരെ കൂടി നമ്മൾ നോട്ട് ചെയ്യണമെന്നാണ് ഇവിടെ പോയറ്റ് പറയുന്നത്. ഈ ഒരു പോയമിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഇത് ഡിസേബിൾഡ് അല്ല. ഇപ്പോൾ മുമ്പൊക്കെ നമ്മൾ ഫിസിക്കലി ചാലഞ്ച്ഡ് പേഴ്സൺ എന്നൊക്കെ പറയും. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ എന്നാണ്. കാരണം അവർക്ക് അവരുടേതായ ഒരു കഴിവുണ്ട്. സോ നമ്മൾ മുമ്പൊക്കെ ഫിസിക്കലി ചാലഞ്ച്ഡ് പേഴ്സൺ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോൾ പറയൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു മത്സരമാണ്, ഒരു അത്ലറ്റാണ്. അപ്പോൾ അത്ലറ്റ് എന്ന് പറയുന്നത് ഒരു റേസ് മത്സരമാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ആവേശത്തോടെ അവിടെ കാണാൻ എത്തിയിട്ടുണ്ട്. ഇതൊരു ഫൈനൽ മാച്ചാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇൻ ദിസ് പോയം 9 ഗോൾഡ് മെഡൽസ്, ദ പോയറ്റ് ഡേവിഡ് റോത്ത് ഹാസ് പ്രസൻറ്റഡ് ദ ഐഡിയ ഓഫ് എംപത്തി. എങ്ങനെയാണ് നമ്മൾ സഹാനുഭൂതിയാണ് എംപത്തി എന്ന് വെച്ചാൽ, ആൻഡ് ഹൗ ഹ്യൂമൻ വാല്യൂസ് ആർ ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് ദ സ്പിരിറ്റ് ഓഫ് കോമ്പറ്റീഷൻ. അപ്പോൾ മനുഷ്യനോടുള്ളൊരു മൂല്യം, അത് എങ്ങനെയാണ്, എത്രത്തോളമാണ് ഇമ്പോർട്ടൻറ്റ്, അതാണ് ഇവിടെ പറയുന്നത്. ദ പോയം പ്രസൻസ് ദ സിറ്റുവേഷൻ ഓഫ് എ റേസ്. അപ്പോൾ ഇതൊരു ഓട്ടമത്സരമാണ്. Where the contestants leave aside their desire to win the medal to help a smaller and weaker contestant. അപ്പോൾ ഇവിടെ ഒരുപാട് 9 മത്സരാർത്ഥികളുണ്ട്, കണ്ടസ്റ്റൻസ് ഉണ്ട്. അവരെന്ത് ചെയ്തു? അവരുടെ ഡിസയർ ടു വിൻ ദ മെഡൽ ടു ഹെൽപ്പ്, അവരെ മെഡൽ നേടുന്നതിലും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരെന്ത് ചെയ്തു? അവരെ ഒന്നിച്ചുള്ള വീക്കറായിട്ടുള്ളയും ചെറുതായിട്ടുള്ളയും ഒരു മത്സരാർത്ഥിയെ കൂടി അവർ സഹായിച്ചു എന്നാണ്. ദേ ഓൾ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് ടു ദ ഫിനിഷിംഗ് ലൈൻ. അപ്പോൾ അവർ ഒന്നിച്ച് കൈ ചേർത്തുകൊണ്ട് അവർ ഒന്നിച്ച് ഫിനിഷിംഗ് ലൈനിൽ എത്തിച്ചേർന്നു എന്നാണ്. അപ്പോൾ ഇവിടെ 9 ഗോൾഡ് മെഡൽസ് എന്ന് വെച്ചാൽ ഇവിടെ 9 കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. അവർക്ക് 9 ആൾക്കാർക്കും അവർക്ക് മെഡൽ ലഭിച്ചു എന്നാണ്. കാരണം അവരുടെ സഹകരണവും അതുപോലെ തന്നെ അവർ കാണിച്ച ഒരു ഇമ്പോർട്ടൻസ്, അവർ ആ ഒരു സ്പിരിറ്റിങ് അവർ ആ ഒരു കോമ്പറ്റീഷൻ്റെ സ്പിരിറ്റോട് തന്നെ അവരെന്ത് ചെയ്തു? ഒന്നിച്ച് അവരെ മെഡൽ മാത്രമല്ല അവർ നോട്ട് ചെയ്തത്, അല്ലെങ്കിൽ എനിക്ക് മാത്രം മെഡൽ കിട്ടണമെന്ന രീതിയിലല്ല, വീക്കറായിട്ടുള്ള ആൾക്കാരെയും കൂടി അവർ സഹായിച്ചു എന്നാണ്. അവർ ഒന്നിച്ച്
മെഡൽ നേടിയാണ്. സോ അതാണ് ഈ ഒരു 9 ഗോൾഡ് മെഡൽസിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പോയത്തിൽ എന്ത് പറയുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ലെറ്റ് us read the text. ഓക്കെ, ഹാവ് യു എവർ ടേക്കൺ പാർട്ട് ഇൻ എ സ്പോർട്സ് ഇവൻറ്റ്? അപ്പോൾ നിങ്ങൾ സ്പോർട്സിൽ പങ്കെടുത്തിട്ടുണ്ടോ, ഒരു സ്പോർട്സ് ഇവൻറ്റിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഷുവർലി യു ക്യാൻ റീകോൾ ദ എക്സൈറ്റ്മെൻറ്റ് ഡ്യൂറിങ് സച്ച് കോമ്പറ്റീഷൻ. അപ്പോൾ നമുക്കുണ്ടായ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു സ്പോർട്സിൽ നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഇവൻറ്റിൽ പാട്ടാകുന്ന സമയത്ത് നമ്മൾക്കുണ്ടാകുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റിനാണ് പറയുന്നത്. ഓക്കെ, ഡു യു റിമെമ്പർ ദ എഫോർട്ട് യു ഹാഡ് പുട്ട് ഇൻ ദ പ്രിപ്പറേഷൻ? അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സമയത്ത് നമ്മൾ ആ ഒരു ഫൈനൽ മാച്ചിൻ്റെ സമയത്ത് അതിന് മുമ്പുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് ഡേ, അതായത് ആ ഒരു ഫൈനൽ മാച്ചിലേക്ക് നമ്മൾ ഓരോരുത്തരും ഇറങ്ങുന്ന ആ ഒരു ടൈമാണ്. ഓക്കെ, ഡിഡൻറ്റ് യു വാണ്ട് ടു വിൻ ദ മെഡൽ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും, ഏതൊരു കോമ്പറ്റീറ്ററും, അതായത് ഏതൊരു മത്സരാർത്ഥിക്കും ഉണ്ടാകുന്ന ഒരു ആവേശം അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു എയിം എന്ന് പറയുന്നത് മെഡൽ നേടണം എന്നാണ്. അത് ഏതൊരു സ്പോർട്സിൽ, ഏതൊരു ഗെയിംസിലാകട്ടെ, ഏതൊരു സ്പോർട്സ് ഗെയിംസിലാണെങ്കിലും അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു എയിം എന്ന് പറയുന്നത് എനിക്ക് മെഡൽ ലഭിക്കണം എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ഓക്കെ, ദിസ് പോയം ഡിസ്ക്രൈബ്സ് എ വെരി സിമിലർ സീൻ ഹിയർ. റീഡ് ദ പോയം അലൗഡ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഓക്കെ, അപ്പോൾ നമ്മൾ അതുപോലൊരു സീനാണ് ഈ ഒരു പോയത്തിലൂടെ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ആ പോയത്തിലോട്ട് പോകാം. 9 gold medals. The athletes had come from all over the country to run for the gold, for the silver and bronze. Many weeks and months of training all coming down to these games. അപ്പോൾ എന്താണ്, ദ അത്ലറ്റ്സ് ഹാഡ് കം ഫ്രം ഓൾ ഓവർ ദ കൺട്രി. അപ്പോൾ ഈ ഒരു അത്ലറ്റ്, അതായത് അത്ലറ്റ് എന്ന് വെച്ചാൽ ഓട്ടമത്സരത്തിനുള്ള കോമ്പറ്റീറ്റേഴ്സ് എല്ലാ രാജ്യത്തു നിന്നും വന്നിട്ടുണ്ട്. ഓക്കെ, അത് ആ ഒരു ഡേ എന്ന് പറയുന്നത് ഫൈനൽ മാച്ചാണ്. അപ്പോൾ ഒരുപാട് രാജ്യത്ത് നിന്ന് ആൾക്കാർ ആ ഒരു അത്ലറ്റിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. ടു റൺ ഫോർ ദ ഗോൾഡ്, ഫോർ ദ സിൽവർ ആൻഡ് ബ്രോൺസ്. അപ്പോൾ അവർക്ക് എന്താണ് അവരുടെ എയിം? എനിക്ക് ഗോൾഡ് ലഭിക്കണം, അതുപോലെ തന്നെ സിൽവറും ബ്രോൺസും ഒക്കെ ലഭിക്കണം എന്നുള്ളൊരു എയിമിലാണ് അവർ ആ ഒരു അത്ലറ്റിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത്. ഒരുപാട് രാജ്യങ്ങളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. മെനി വീക്സ് ആൻഡ് മന്ത്സ് ഓഫ് ട്രെയിനിങ് ഓൾ കമ്മിങ് ഡൗൺ ടു ദീസ് ഗെയിംസ്. അപ്പോൾ ഒരുപാട് ആഴ്ചകളോളം, അതുപോലെ തന്നെ ഒരുപാട് മാസങ്ങളോളം അവർ ട്രെയിനിങ് എടുത്താണ് ആ ഒരു ഫൈനൽ ഡേയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവരുടെ ഉള്ളിലുണ്ടാവും. എനിക്ക് മെഡൽ ലഭിക്കുമോ, അല്ലെങ്കിൽ എനിക്ക് ഗോൾഡ് വേണം, അല്ലെങ്കിൽ എനിക്ക് സിൽവർ അല്ലെങ്കിൽ ബ്രോൺസ് ലഭിക്കണം എന്നുള്ളൊരു എയിമിലാണ് അവർ വന്നിട്ടുള്ളത്. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ അത്ലറ്റാണ് ഇവിടെ നടക്കുന്നത്. സോ അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നോർമലായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ അല്ല ഇവിടെ നടക്കാൻ പോകുന്നത്. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള, അതായത് കുറച്ചൊക്കെ വൈകല്യങ്ങളുള്ള ആൾക്കാർ. ഓക്കെ, എന്ന് വെച്ചാൽ അവർക്ക് ഫിസിക്കലി മാത്രമല്ല മെൻ്റലി ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ള, മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ മുമ്പ് നമ്മൾ പറഞ്ഞു ഫിസിക്കലി ചാലഞ്ച്ഡ് എന്നാണ് അവരെ വിളിച്ചിരുന്നത്. സോ ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളവരെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? അവരെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. സോ അവിടെ ഒരുപാട് ആൾക്കാർ ഇവരെ ഈ ഒരു ഈ ഒരു കോമ്പറ്റീഷനെ കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. ദ സ്പെക്ടേഴ്സ് ഗാദേർഡ് അറൗണ്ട് ദ ഓൾഡ് ഫീൽഡ് to cheer all the young women and men. The final event of the day was approaching. Excitement grew high to begin. അപ്പോൾ എന്താണ് the spectators gathered? spectators എന്ന് വെച്ചാൽ കാഴ്ചക്കാരാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരുപാട് കാഴ്ചക്കാർ എത്തിയിട്ടുണ്ട്. ആ ഒരു ഓൾഡ് ഫീൽഡ് എന്ന് വെച്ചാൽ അത് പഴയൊരു സ്റ്റേഡിയം ആയിരുന്നു. അതാണ് ഓൾഡ് ഫീൽഡ് എന്ന് പറയുന്നത്. പഴയൊരു സ്റ്റേഡിയം ആയിരുന്നു. ടു cheer on all the young women and men. അപ്പോൾ എന്താണ്, അവിടെ തിങ്ങി നിറഞ്ഞ ആയിട്ടുള്ള വുമനും മെന്നൊക്കെ അവർക്കൊരു നമ്മളെന്താ പറയും, അവർക്ക് പ്രോത്സാഹനം. ഓക്കെ, ആ ഒരു കോമ്പറ്റീറ്റേഴ്സിനെ
പ്രോത്സാഹിപ്പിക്കാനാണ് അവിടെ ആൾക്കാർ തിങ്ങിനിരുന്നിട്ടുള്ളത്. അവരുടെ സപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അവിടെ വന്നിട്ടുള്ള ആൾക്കാർ അവരെ പ്രോത്സാഹിപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. ദ ഫൈനൽ ഇവൻറ്റ് ഓഫ് ദ ഡേ വാസ് അപ്രോച്ചിങ്. അപ്പോൾ ഫൈനൽ മാച്ചാണ് ഇവിടെ നടക്കുന്നത്. എല്ലാവരുടെയും ഉള്ളിൽ എക്സൈറ്റ്മെൻറ്റ്, ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. സോ അതാണ് ഈ ഒരു 2 സ്റ്റാൻസയിൽ പറയുന്നത്. സോ നമുക്ക് 3rd സ്റ്റാൻസയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ 3rd സ്റ്റാൻസയിലോട്ട് പോവാം. The blocks were all lined up for those who would use them. The 100-yard dash and the race to be run. These were 9 resolved athletes in back of the starting line, poised for the sound of the gun. അപ്പോൾ എന്താണ്? The blocks were all lined up. അപ്പോൾ അവിടെ എന്താണ്, ആ ഒരു ഓട്ട മത്സരത്തിനുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. അവർ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രിപ്പറേഷനും ചെയ്തിട്ട് നിൽക്കുകയാണ്. ഹു വുഡ് യൂസ് ദം ദ 100-yard ഡാഷ് ആൻഡ് റേസ് ടു ബി റൺ. അപ്പോൾ 100-yard ഡാഷിൻ്റെ ഒരു ഓട്ട മത്സരമാണ്. 100-yard ഡാഷ് എന്ന് വെച്ചാൽ ഒരു യാഡ് എന്ന് പറയുന്നത് 3 അടിയാണ്. അപ്പോൾ 100-yard ഒരു മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്, ഒരു ഓട്ട മത്സരമാണ് നടക്കാൻ പോകുന്നത്. ദീസ് വെർ 9 റിസോൾവ്ഡ് അത്ലറ്റ്സ്. അപ്പോൾ 9 റിസോൾവ്ഡ് അത്ലറ്റ്സ്. റിസോൾവ്ഡ് എന്ന് വെച്ചാൽ അവർ ഉറച്ച തീരുമാനമെടുത്ത, എന്ന് വെച്ചാൽ അവർ എന്താണ്, തീരുമാനിച്ച് ഉറപ്പിച്ച് നിൽക്കുകയാണ്. ഞാൻ വിജയിക്കും, അല്ലെങ്കിൽ മെഡൽ എനിക്ക് ലഭിക്കും എന്നുള്ളൊരു എന്താണ്, സ്ട്രോങ് ആയിട്ടുള്ള നല്ല ഒരു എന്താണ്, അവരുടെ ഉള്ളിൽ കോൺഫിഡൻറ്റോടെ അവർ ഒരുപാട് ആത്മവിശ്വാസത്തോടെ നിൽക്കുകയാണ്. റിസോൾവ്ഡ് എന്ന് വെച്ചാൽ അവർ ഉറപ്പിച്ചിട്ടുണ്ട്, ഞാൻ ജയിക്കും എന്നുള്ളൊരു ഉറപ്പിലാണ് ഈ ഒരു 9 അത്ലറ്റ്സും നിൽക്കുന്നത്. ഇൻ ബാക്ക് ഓഫ് ദ സ്റ്റാർട്ടിംഗ് ലൈൻ. അപ്പോൾ സ്റ്റാർട്ടിംഗ് ലൈനിൻ്റെ ബാക്കിലായിട്ട് അവർ നിൽക്കുകയാണ്. അവർ എന്തിനു വേണ്ടി ആണ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നുള്ളത്? അവർ ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ സൗണ്ട് ഓഫ് ദ ഗൺ. അതാണ് പോയിസ്ഡ് ഫോർ ദ സൗണ്ട് ഓഫ് ദ ഗൺ. അവർ ആ ഒരു ഗണ്ണിൻ്റെ ശബ്ദത്തിന്, ആ ഒരു എന്താണ്, തോക്കിൻ്റെ ആ ഒരു ശബ്ദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവർ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അവരുടെ ഉള്ളിലൊരു തീരുമാനം എടുത്തിട്ടാണ്, അവർ ഉറച്ചൊരു തീരുമാനം എടുത്തിട്ടാണ് ഈ ഒരു 9 അത്ലറ്റ്സും അവിടെ മത്സരാർത്ഥികളും നിൽക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ 4th സ്റ്റാൻസയിലോട്ട് പോവാം. ദ സിഗ്നൽ വാസ് ഗിവൺ, ദ പിസ്റ്റൾ എക്സ്പ്ലോഡഡ്. അപ്പോൾ എന്താണ്, അവർക്ക് സിഗ്നലൊക്കെ കാണിച്ചു. അപ്പോൾ ഓട്ട മത്സരത്തിന് മുമ്പുള്ള സിഗ്നലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. സോ ആ ഒരു സിഗ്നലും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിനുശേഷം ദ പിസ്റ്റൾ എക്സ്പ്ലോഡഡ്. അപ്പോൾ പിസ്റ്റൾ എന്ന് പറയുന്നത് ഗണ്ണിനെയാണ്. ആ ഒരു വെടിയുടെ ശബ്ദം, അവർക്ക് വെടിയുടെ ശബ്ദം കേട്ടു. എന്ന് വെച്ചാൽ ആ ഒരു ഗണ്ണ് അവർ ഷൂട്ട് ചെയ്തു. ആൻഡ് സോ ഡിഡ് ദ റണ്ണേഴ്സ് ഓൾ ചാർജിങ് അഹെഡ്. അപ്പോൾ എന്താണ്, ഈ ഒരു ഓട്ട മത്സരാർത്ഥികൾ എന്ത് ചെയ്തു? അവർ കുതിച്ച് ഓടാൻ തുടങ്ങി. ഓക്കെ, ആ ഒരു ശബ്ദം കേട്ട ഉടനെ തന്നെ അവർ കുതിച്ച് ഓടാൻ തുടങ്ങി. ബട്ട് ദ സ്മോളസ്റ്റ് എമംഗ് ദം ഹി സ്റ്റംബിൾഡ് ആൻഡ് സ്റ്റാഗേർഡ് ആൻഡ് ഫെൽ ടു ദ അസ്ഫാൽട്ട് ഇൻസ്റ്റെഡ്. അപ്പോൾ എന്താണ്, അവർ കൂട്ടത്തിലുണ്ടായിരുന്ന സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു കുട്ടി, ചെറിയൊരു ബോയ്, അതല്ലെങ്കിൽ ഒരു ചെറിയ യങ്ങായിട്ടുള്ള ഒരു കുട്ടി എന്ത് ചെയ്തു? ഹി സ്റ്റംബിൾഡ് ആൻഡ് സ്റ്റാഗേർഡ്. സ്റ്റംബിൾ എന്ന് വെച്ചാൽ അവന് വീഴാൻ പോയി, എന്ന് വെച്ചാൽ അവന് ഓടുന്ന സമയത്ത് അവന് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആൻഡ് സ്റ്റാഗേർഡ്, അവന് എന്താണ്, ഓടാൻ പറ്റാതെ, നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് അവനെത്തി. ഓടുന്ന സമയത്ത് അവന് ചെറിയതായത് കൊണ്ട് തന്നെ അവനൊരു അവരുടെ കൂട്ടത്തിലുള്ളൊരു ചെറിയ കുട്ടിയായത് കൊണ്ട് തന്നെ അവന് മറ്റുള്ളവരെ പോലെ എന്താണ്, അവരെ ഒന്നിച്ച് തന്നെ ഓടാൻ സാധിച്ചില്ല. അവന് വീഴാൻ പോയി. എന്നിട്ട് എന്ത് ചെയ്തു? ഇവന് ആൻഡ് ഫെൽ ടു ദ അസ്ഫാൽട്ട് ഇൻസ്റ്റെഡ്. അപ്പോൾ ഇവന് വീണു. എവിടെയാണ് വീണത്? അസ്ഫാൽട്ട്. അപ്പോൾ അസ്ഫാൽട്ട് എന്ന് വെച്ചാൽ ഇവിടെ ഈ ഓട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ആ ഒരു ബ്ലാക്ക് ഫ്ലോറാണ്. അത് അവർ പ്രത്യേകമായി നിർമ്മിച്ച, അത് മത്സരാർത്ഥികൾക്ക് വേണ്ടി തന്നെ നിർമ്മിച്ച ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഫ്ലോറാണ്. ആ ഒരു ഫ്ലോറിലോട്ട് ആര് വീണു? ഈ ഒരു സ്മോളസ്റ്റ് ആയിട്ടുള്ള അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ചെറിയ കുട്ടി വീണു. അതാണ് ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്നത്. സോ നമുക്ക് അടുത്ത സ്റ്റാൻസയിലോട്ട് പോവാം. അപ്പോൾ അടുത്ത സ്റ്റാൻസയിൽ എന്താണ് പറയുന്നത് നോക്കാം. ഹി ഗേവ് ഔട്ട് എ ക്രൈ ഇൻ ഫ്രസ്ട്രേഷൻ ആൻഡ് ആംഗിഷ്. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു? ഈ കുട്ടി വേദന കൊണ്ട്, ലൈക്ക് എന്താണ്, നിരാശ കൊണ്ട് ഈ കുട്ടി എന്ത് ചെയ്തു? കരഞ്ഞു.
ഫ്രസ്ട്രേഷൻ എന്ന് വെച്ചാൽ നിരാശയാണ്. ഹി ഗേവ് ഔട്ട് എ ക്രൈ ഇൻ ഫ്രസ്ട്രേഷൻ. അപ്പോൾ ഈ കുട്ടിക്ക് നിരാശ തോന്നി, എന്നിട്ട് ഈ കുട്ടി കരയാൻ തുടങ്ങി. ആൻഡ് ആംഗിഷ് എന്ന് വെച്ചാൽ കഠിനമായ വേദന. അത് ഫിസിക്കലായിട്ടുള്ള വേദനയും മെൻ്റലായിട്ടുള്ള വേദനയുമാണ് ഈ കുട്ടിക്ക് അനുഭവപ്പെട്ടത്. ഹിസ് ഡ്രീംസ് ആൻഡ് ഹിസ് എഫേർട്സ് ഓൾ ഡാഷ്ഡ് ഇൻ ദ ഡേർട്ട്. ബട്ട് as I am standing here telling this story, the same goes for what next occurred. അപ്പോൾ ഈ കുട്ടിയുടെ സ്വപ്നങ്ങളും അതുപോലെ തന്നെ എഫേർട്സ്, കഷ്ടപ്പാടുകളൊക്കെ എന്താണ്, കഠിനാധ്വാനം ഒക്കെ എന്ത് ചെയ്തു, ഓൾ ഡാഷ്ഡ് ഇൻ ദ ഡേർട്ട്, ആ ഒരു ചളിയിൽ പുരണ്ടു. ഡാഷ്ഡ് എന്ന് വെച്ചാൽ പുരണ്ടു എന്നാണ്. ബട്ട് as I am standing here telling this story. അപ്പോൾ ഇവിടെ ആരാണ് സ്റ്റോറി നമ്മളോട് പറഞ്ഞു തരുന്നത്? നമ്മളോട് പോയറ്റ് സ്റ്റോറി പറയാണ്. ഓക്കെ, ഡേവിഡ് ലീ ബ്രോത്ത് നമ്മളോട് സ്റ്റോറി പറയുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു സ്റ്റോറി കണ്ടുകൊണ്ടാണ്, കാഴ്ചയായിട്ട് അവിടെ ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ്, അവിടെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഇദ്ദേഹം. ദ സെയിം ഗോസ് ഫോർ വാട്ട് നെക്സ്റ്റ് ഓക്കെ. അപ്പോൾ അടുത്തത് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എന്താണ് നെക്സ്റ്റ്, എന്തായിരിക്കും അടുത്തത് സംഭവിച്ചിരിക്കുക, അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റാൻസ നോക്കാം. ദ 8 other runners pulled up on their heels. The one who had trained for so long to compete, one by one they all turned around and went back to help him and brought the young boy to his feet. അപ്പോൾ എന്താണ്, ഈ 8 പേരും എന്ത് ചെയ്തു, ഇവർ ഓടുന്നത് അവിടെ നിർത്തി. അവർ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു കുട്ടി വീണത്. പക്ഷേ ഈ 8 പേരും എന്ത് ചെയ്തില്ല, കണ്ടിന്യൂ ചെയ്തില്ല, അവരവിടെ നിർത്തി, ഓട്ടം നിർത്തി അവർ. എന്നിട്ട് എന്ത് ചെയ്തു, ദ വൺസ് ഹു ഹാഡ് ട്രെയിൻ ഫോർ സോ ലോങ് ടു കോമ്പീറ്റ്. പക്ഷേ എന്താണ്, ഇവർ ഒരുപാട് ദിവസത്തോളം അല്ലെങ്കിൽ ഒരുപാട് മാസത്തോളം കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്ത് ട്രെയിനിങ് ലഭിച്ചിട്ടാണ് ഈ ഒരു കോമ്പറ്റീഷനിൽ അവർ മത്സരിക്കാൻ വന്നിട്ടുള്ളത്. ഈ ഒരു മത്സരം അവർ എന്താണ്, ആ ഒരു ടൈമിലാണ് എന്താണ് ഈ ഒരു വീക്കായിട്ടുള്ള അല്ലെങ്കിൽ സ്മോളർ ആയിട്ടുള്ള ആ ഒരു കുട്ടി വീണതും. അതുപോലെ തന്നെ ഈ 8 പേരും എന്ത് ചെയ്തു, 8 പേരും അവിടെ ഓടാതെ നിന്നു. അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു, ഈ കുട്ടിയെ മൈൻഡ് ചെയ്യാതെ ഓടായിരുന്നു അല്ലേ, അവരുടെ മെഡൽ അവർക്ക് ലഭിച്ചേനെ. പക്ഷേ ഇവർ എന്ത് ചെയ്തില്ല, ഇവർ അങ്ങനെ ചെയ്തില്ല, ഇവരവിടെ നിന്നു. എന്നിട്ട് one by one they all turned around and went back to help him. എന്ന് വെച്ചാൽ എല്ലാവരും ഉള്ളത് ഡിഫറെൻറ്റ് പൊസിഷനിലാണ്. അവർ ഓടുന്ന സമയത്ത് ഒരാൾ ഫ്രണ്ടിലും ഒരാൾ ബാക്കിലും, എന്ന് വെച്ചാൽ അവരുടെ ഓട്ടത്തിൻ്റെ രീതി അനുസരിച്ച് ആരാണ് മുന്നോട്ടുള്ളത് അല്ലെങ്കിൽ ആരാണ് പിറകിലെന്ന് അവരുടെ ഓട്ടം അനുസരിച്ചായിരിക്കുമല്ലോ. അപ്പോൾ ഓരോ നാളായി എന്ത് ചെയ്തു, അവർ ഓരോന്ന് കുട്ടികൾ ഈ കുട്ടിയുടെ അടുത്ത് പോയി ഈ കുട്ടിയെ സഹായിച്ചു, വീണ ആ കുട്ടിയെ എഴുന്നേൽപ്പിച്ചു, അതാണ്. ആൻഡ് ബ്രോട്ട് ദ യങ് ബോയ് ടു ഹിസ് ഫീറ്റ്, അവനെ നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. Then all the 9 runners joined hands and continued. The 100-yard dash now reduced to a walk, and a banner above that said, Special Olympics could not have been more on the mark. അപ്പോൾ എന്താണ്, ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി, ഇവർ 8 പേരും പിറകിലോട്ട് പോയി കുട്ടിയെ സഹായിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഇവർ 9 പേരും എന്ത് ചെയ്തു, അവർ ഹാൻഡ്സ് എന്ന് വെച്ചാൽ അവരുടെ കൈ ജോയിൻ ചെയ്തു. അവരെല്ലാവരും ഒരുമിച്ച് ജോയിൻ ചെയ്തു, അവരുടെ കൈകൾ കോർത്ത് പിടിച്ചു. ഇവരുടെ കൈകൾ കോർത്ത് പിടിച്ച് എന്ത് ചെയ്തു, ഇവരെ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ദ 100-yard dash now reduced to a walk. ആ ഒരു 100-yard dash എന്ന് വെച്ചാൽ ആ ഒരു സ്പീഡിൽ നടന്നുകൊണ്ടിരുന്ന ആ ഒരു അത്ലറ്റ് ഇപ്പോൾ എന്തായി മാറിയിരിക്കുകയാണ്, ഒരു വാക്കിലേക്ക് മാറിയിരിക്കുകയാണ്. അവർ നടക്കാനാണ് തുടങ്ങിയത്. ഇവിടെ റേസിന് പകരം എന്ത് ചെയ്തു, ഇവർ 9 പേരും അവരുടെ കൈ കോർത്ത് പിടിച്ച് നടക്കാൻ തുടങ്ങി. ആൻഡ് എ ബാനർ അബോവ് ദാറ്റ് സെറ്റ് സ്പെഷ്യൽ ഒളിമ്പിക്സ്. അപ്പോൾ ആ ബാനറിൽ എന്ത് എഴുതി കാണിച്ചു, അവിടെ സ്പെഷ്യൽ ഒളിമ്പിക്സ് എന്ന് എഴുതി കാണിക്കൂ. ആ ഒരു ബാനറിൽ സ്പെഷ്യൽ ഒളിമ്പിക്സ്. ഇത് നോർമലായിട്ടുള്ള ഒരു മത്സരമല്ലായിരുന്നു. ലൈക്ക് ഇവിടെ എന്താണ്, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ്. ഓക്കെ, ഫിസിക്കലി പ്രോബ്ലമും അതുപോലെ തന്നെ മെൻ്റലി പ്രോബ്ലം ഉള്ള കുട്ടികളെ ട്രെയിൻ ചെയ്തിട്ടുള്ള മത്സരമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്പെഷ്യൽ ഒളിമ്പിക്സ് ആയിരുന്നു. പക്ഷേ ഇവർ എന്ത് ചെയ്തു, വീണ്ടും ഇതൊരു സ്പെഷ്യൽ ഒളിമ്പിക്സ് ആവാനുള്ള കാരണം കൂടി ഇവർ ഉണ്ടാക്കിയാണ്. ലൈക്ക് ഇവർ എന്ത് ചെയ്തു, 9 പേരും അവരുടെ കൈകൾ കോർത്ത് പിടിച്ച് ഒരു വാക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. റേസിന് പകരം ഇതൊരു വാക്കിലേക്ക് മാറിയിരിക്കുകയാണ്. സോ എന്നിട്ട് ആൻഡ് എ ബാനർ അബോവ് ദാറ്റ് സേസ് സ്പെഷ്യൽ ഒളിമ്പിക്സ് കുഡ് നോട്ട് ഹാവ് ബീൻ മോർ ഓൺ ദ മാർക്ക്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഒളിമ്പിക്സ് ആയിട്ടാണ് ബാനറിൽ കാണിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ലാസ്റ്റ് സ്റ്റാൻസയിൽ എന്താണ് നോക്കാം. ദാറ്റ്സ് ഹൗ ദ റേസ് എൻഡഡ് വിത്ത് 9 gold medals. They came to the finish line holding hands still, and a standing ovation and 9 beaming faces said more than these words ever will. അപ്പം എന്താണ് ഈ ഒരു റേസ് എൻഡ് ചെയ്തു. എങ്ങനെയാണ് എൻഡ് ചെയ്തത്? ഇവർ 9 പേരും ഒരേ സമയത്ത് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചേർന്നു. സോ ഇവർക്ക് എന്ത് ചെയ്തു? 9 മെഡൽസ്, 9 ആൾക്കാർക്കും 9 മെഡൽ ലഭിച്ചു. They came to the finish line holding hands still. അവരുടെ ആ ഒരു കയ്യെ എന്ത് ചെയ്തില്ല? ആ ഒരു കയ്യെ വിടാതെ എന്ത് ചെയ്തു? ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയത്. ആൻഡ് എ സ്റ്റാൻഡിങ് ഒവേഷൻ ആൻഡ് 9 ബീമിങ് ഫേസ്. അവരെന്ത് ചെയ്തു? സന്തോഷം കൊണ്ട് അവരുടെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു ഫേസിലുണ്ടായിരുന്ന ആ ഒരു സ്മൈല് എന്താണ്? അത് വേറെ ഒരു ഹാപ്പിനെസ് ആയിരുന്നു. കാരണം 9 പേരും വിജയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ കൈകളെ കോർത്ത് പിടിച്ചാണ് മുന്നോട്ട് വന്നത്. said more than these words ever will. അപ്പോൾ അവരുടെ ഫേസിൽ ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് വാക്കിലൂടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രൊരു ഹാപ്പിനെസ് ആയിരുന്നു അവരുടെ ഫേസിൽ ഉണ്ടായിരുന്നത്. അതാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾക്ക് ഒരുപാട് മോറൽ ലഭിക്കാനുണ്ട്. കാരണം ഈ ഒരു പോയത്തിൽ നിന്ന് നമുക്ക് മോറലായിട്ട് ലഭിക്കുന്നത് എന്താണ്? ലൈക്ക് നമ്മുടെ കാര്യം മാത്രമാണ് ഏതൊരു സമയത്തും ഒരാൾ നോക്കുക. എൻ്റെ കാര്യം എനിക്ക് എന്ത് ചെയ്യണം? ഞാൻ വിജയിക്കണം. അത് ഏത് ഫീൽഡിലായാലും നമ്മൾ എന്ത് ചെയ്യും? എനിക്കുള്ളൊരു വിജയം, അല്ലെങ്കിൽ ഞാൻ വിജയിക്കണം, അവന് തോൽക്കണം. ആ ഒരു ചിന്തയാണ് എല്ലാവരെയും എന്ത് നിൽക്കുന്നത്. അവിടെ എന്താണ്? മറ്റുള്ളവരോടുള്ളൊരു എനിമിയും അതുപോലെ തന്നെ അവരോടുള്ളൊരു ബാഡ് ബിഹേവും ഉണ്ടാകുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എല്ലാവരും നമ്മളെപ്പോലെ തന്നെ, ലൈക്ക് ഇവരെന്ത് ചെയ്തു? ഓൾ ആർ ഈക്വൽ എന്ന രീതിയിൽ അവരെന്ത് ചെയ്തു? ആ കുട്ടി വീണ സമയത്ത് കണ്ടിന്യൂ ചെയ്യാതെ ഈ കുട്ടിയെ സഹായിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് 9 മെഡൽസ് ലഭിച്ചതും. ലൈക്ക് ഇപ്പോൾ ഈ ഒരു കുട്ടി വീണ സമയത്ത് ഇവർ ഓടിയിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ഉണ്ടായിരുന്ന ആ ഒരു പെയിൻ എന്ന് പറയുന്നത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പെയിൻ ആയിരിക്കും. കാരണം അത്രയും കഷ്ടപ്പെട്ടാണ് ഇവർ ആ ഒരു മത്സരത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവരൊരു പോസിറ്റീവ് എനർജി ആയിട്ട് ഒരുമിച്ച് നിന്നത് കൊണ്ടാണ് ഇവർക്ക് 9 പേർക്കും വിജയമായത്. സോ നമ്മളെന്താണ് ഇതിൽ നിന്നൊരു മോറൽ കൂടി ഞാൻ തരാം നിങ്ങൾക്ക്. എന്താണെന്ന് വെച്ചാൽ യുണൈറ്റഡ് വി സ്റ്റാൻഡ്, ഡിവൈഡഡ് വി ഫോൾ. അപ്പോൾ യുണൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഒരുമിച്ച് എല്ലാവരും ഉണ്ടെങ്കിൽ സ്റ്റാൻഡ് ചെയ്യും. ഡിവൈഡ് ചെയ്താൽ എന്താവും? നമ്മൾ വീണും. അതാണ് യുണൈറ്റഡ് വി സ്റ്റാൻഡ്, ഡിവൈഡഡ് വി ഫോൾ. അതാണ് ഈ ഒരു പോയത്തിൻ്റെ മോറൽ എന്ന് പറയുന്നത്. സോ എല്ലാവരെയും സഹായിച്ച് നല്ല രീതിയിലുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന ആശംസയോടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോകാം.